നമസ്കാരം. നമ്മുടെ ഹെയർ കെയർ സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹെയർ കെയർ സീരീസ് തുടങ്ങാനുണ്ടായ കാരണം ഇന്നലെ ഞാൻ പറയുകയുണ്ടായി. ഓരോ ആളുകൾക്കും അവരവരുടെ ഹെയറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ അനലൈസ് ചെയ്യാനും സ്വന്തമായിട്ട് കെയർ ചെയ്യാനും കാപ്പബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഹെയർ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ ഉള്ള്, അതായത് ഡെൻസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ മുടിയുടെ ഉള്ള് നോക്കി വെക്കുന്നത്? നമ്മൾ മുടി എത്രത്തോളം കട്ടിയുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഹെയർ ഫോൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപകാരം ഇല്ല. പക്ഷെ എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ലോങ് റണ്ണിൽ നമ്മുടെ മുടി കുറഞ്ഞു വരികയാണോ അല്ലെങ്കിൽ അത് ബെറ്റർ ആയിട്ട് വരുമോ എന്ന് അറിയാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഒരു വർഷത്തിൽ ഒരു 2-3 തവണയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതിയോ. ഇന്നും നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം അത്ര പെട്ടെന്ന് ചേഞ്ചസ് നമ്മുടെ മുടിയുടെ ഉള്ളിൽ വരില്ല, അതൊരു സമയം എടുക്കും അതിന്. പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ, പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് മുടി കൊഴിയുന്നവരൊക്കെ ആണെങ്കിൽ അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ഹെയറിന്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളോ എടുക്കുന്നവരുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ആ ഹെയറിന്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു 3 അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നിങ്ങളുടെ ഹെയറിന്റെ വോളിയം ഒന്ന് നോക്കുക. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ, കുറഞ്ഞതാണോ എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, മുടി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളൊക്കെ ഭൂരിഭാഗം ആളുകളിലും അതിന്റെ ഹെറിഡിറ്റി, അതായത് പാരമ്പര്യ ഘടകങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും മുടി, നല്ല ഉള്ളുള്ള മുടിയായിരിക്കും. ചിലർക്ക് പൊതുവെ ഉള്ളു കുറഞ്ഞ മുടിയായിരിക്കും. അപ്പൊ അതൊക്കെ അവരുടെ ജനറ്റിക്സ് അനുസരിച്ച്, അവരുടെ പാരമ്പര്യ ഘടകങ്ങളാണ് ഇതൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പൊ പൊതുവെ നമ്മുടെ ഹെയറിന്റെ ഒരു ടെൻഡൻസി എങ്ങനെയാണ് ഒന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമല്ല, പക്ഷെ ഇത് അറിഞ്ഞിരിക്കുന്നത് പൊതുവെ നമ്മുടെ മുടിയെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുടിയുടെ ഉള്ള് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് വേണമല്ലോ. അപ്പൊ അതാണ് പോണി ടെയിൽ സർക്കംഫറൻസ് ടെസ്റ്റ്. അപ്പൊ പേര് കേൾക്കുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഉള്ളൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കുറച്ചെങ്കിലും ലെങ്ത്, അതായത് ഷോൾഡർ വരെയെങ്കിലും ലെങ്ത് ഉള്ള ആളുകൾക്ക് പോണി ടെയിൽ സർക്കംഫറൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഷോർട്ട് ഹെയർ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ബോയ് കട്ട് ചെയ്തവർക്കൊന്നും നമുക്ക് പോണി ടെയിൽ സർക്കംഫറൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ലെങ്ത് ഉള്ള ഹെയർ ഉള്ളവർക്കൊക്കെ ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ മുടി പോണി ടെയിൽ കെട്ടില്ല, അതായത് എല്ലാ മുടിയും കൂടി ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് കെട്ടിവെക്കാം. ഒരു ബണ്ണ് ഇട്ടാൽ മതി. എന്നിട്ട് കെട്ടിവെച്ചിട്ട് ഒരു ചരട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കയറ് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിടാൻ പറ്റുന്ന ചെറിയ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ കയറ്, അങ്ങനെ സ്ട്രെച്ച് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആ പോണി ടെയിൽ ഹെയറിന് ചുറ്റും ഒന്ന് കെട്ടി നന്ന ടൈറ്റായിട്ട് കെട്ടിയിട്ട് ജസ്റ്റ് അതിലിട്ട് ഊരിയെടുക്കാം. അത് കെട്ടഴിഞ്ഞു ഊരുന്ന സമയത്ത് ആ സർക്കംഫറൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് വേറെ ഒരാൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു ടാപ്പ് എടുത്തിട്ട് ജസ്റ്റ് ആ പോണി ടെയിലിന്റെ ചുറ്റും എത്രത്തോളം കട്ടി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയാലും മതി. അത് പക്ഷെ നമുക്ക് വേറൊരാൾ സഹായം വേണ്ടി വരും. ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കിപ്പിക്കാം. എത്രത്തോളം ഉണ്ടെന്ന് ടാപ്പ് എടുത്ത് അളന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ പോണി ടെയിലിന്റെ ചുറ്റും ഒന്ന് കെട്ടിയിട്ട് ആ കയർ ഊരിയെടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് ഒന്ന് അളന്ന് നോക്കുക. സ്കെയിലെടുത്ത് ലെങ്ത് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പോണി ടെയിലിന്റെ സർക്കംഫറൻസ്, അതായത് ചുറ്റളവ് കിട്ടും. അതാണ് നമ്മുടെ മുടിയുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഉള്ള് എന്ന് പറയുന്നത്. 2 ഇഞ്ചിൽ കുറവാണ് നിങ്ങളുടെ ആ ഒരു പോണി ടെയിലിന്റെ സർക്കംഫറൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ലോ ഡെൻസിറ്റി ഹെയർ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഉള്ള് പൊതുവെ കുറഞ്ഞ മുടി. ഇനി 2 to 4 ഇഞ്ച്, 2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയൊക്കെ റേഞ്ചിലാണെങ്കിൽ അതൊരു മീഡിയം ഡെൻസിറ്റി ആണെന്ന് മനസ്സിലാക്കുക. 4 ഇഞ്ചിന് അബോവ് ആണെങ്കിൽ അത് ഹൈ ഡെൻസിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വരച്ച് ഇപ്പോൾ 4.1 ഇഞ്ച് ആണെങ്കിൽ അങ്ങനെ ചോദിക്കരുത്. ഇതൊരു ഏകദേശ കണക്കാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കണക്കാണ്. ലോങ് റണ്ണിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാൽക്കുലേഷനാണിത്. ഒരു ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത്, ഹെയറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത്, വോളിയം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഒരു വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ വിത്ത് ടൈം നമ്മുടെ മുടി കൊഴിയുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും.
ഇപ്പൊ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നാളെ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.